ഹായ് ഹലോ ക്ലെൻസ് ഓർഗാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ ചെമ്പരത്തി വെച്ചിട്ട് ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 5 ഇതളിൻ്റെ ഇതുപോലുള്ള ചെമ്പരത്തി കിട്ടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഗ്ലിസറിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. ഗ്ലിസറിൻ്റെ ബേസ് പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ബേസ് നോക്കി എടുക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പൊടിയുള്ള ഭാഗവും അതിൻ്റെ ബാക്കിലത്തെ ആ പച്ച കളറും നമുക്ക് കളയാം കേട്ടോ. എന്നിട്ട് നമുക്ക് DM വാട്ടറിലാണ് നമ്മളതൊന്ന് അതിൻ്റെ ആ കളറും സത്തൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേവിക്കണം കേട്ടോ. വേവിച്ച് നമുക്കതൊന്ന് അതിൻ്റെ അപ്പം DM വാട്ടറിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിലുള്ള വെള്ളം എടുക്കാണ്ട് നമുക്ക് ഡീമിനറലൈസ്ഡ് വാട്ടർ DM വാട്ടർ നമുക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് വേവിച്ച് അതിൻ്റെ സത്തൊക്കെ ആയിട്ട് ആ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ബാക്കിലത്തെ ആ ഗ്രീൻ കളറും അതും കൂടിയിട്ട് അത് മാത്രം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കി എല്ലാതും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സീസണിലൊക്കെ ചിലവടെയൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്കത് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഇതാണ് കേട്ടോ. ഇതുപോലെ തന്നെ ഈ ചെമ്പരത്തി ഉണക്കി നമ്മൾ ടീ ഉണ്ടാക്കി കുടിക്കും. ഹിബിസ്കസിൻ്റെ ടീ ഉപയോഗിച്ചാലും വണ്ണം കുറയാനും അതുപോലെ തന്നെ സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം DM വാട്ടർ ഒരു 10-15 ml അധികം എടുക്കണില്ല, കുറച്ച് വെള്ളത്തിൽ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കാണ്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കതൊന്ന് അതിൻ്റെ സത്തൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പം 535 ഗ്രാമിൻ്റെ ഗ്ലിസറിൻ ബേസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് നമ്മൾ വേറെ ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഗ്ലിസറിനും നമ്മളുടെ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിലാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് സ്കിന്നിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന പോലെ തന്നെ ഉള്ളിലോട്ട് നമുക്ക് വണ്ണം കുറയാനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മുഖത്തിൻ്റെ പ്രായം കൂടുതൽ കാണിക്കുന്ന പ്രായം കുറവ് കാണിക്കാനും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല ചർമ്മം കിട്ടാനൊക്കെ ആയിട്ട് പുതിയ സെൽസൊക്കെ ഈ ചെമ്പരത്തിയുടെ ഉപയോഗത്തിൽ നിന്ന് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചും കൂടെ ചെറുതായിട്ട് ബേസ് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. എങ്ങനെയായാലും നിങ്ങളുടെ സൗകര്യം പോലെ അതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നാളായി വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ടായിരുന്നു കേട്ടോ കുറച്ച് നാളില്ലായിരുന്നത്. അധികം നാളായിട്ടൊന്നുമില്ല നമ്മൾ ചാനലിൽ വീഡിയോസൊന്നും ചെയ്ത് തുടങ്ങിയിട്ട്. എന്നാൽ കൂടെ നമ്മളുടെ ഇതുപോലെ നമ്മളുടെ ബേസും സോപ്പൊക്കെ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താണ് വീഡിയോസൊന്നും ഇല്ലാഞ്ഞേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ തന്നെ മുന്നോട്ടും ഇതേപോലെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ കുറേ പേര് നമ്മളുടെ വീഡിയോസ് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വീഡിയോസ് കണ്ടു പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ജെല്ലിൻ്റെയും കൂടി ചെയ്തിട്ടുണ്ട്. അതും കൂടി നമ്മൾ ചെയ്യാം കേട്ടോ. ആലോവേരയുടെ ജെല്ല് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യണത്. അപ്പോൾ ഇതേനെ ബേസിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് മെൽറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചെമ്പരത്തി നമ്മൾ ഇട്ടത് നന്നായി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടാണ്ട് നമ്മൾ ചെമ്പരത്തിയുടെ കളറൊക്കെ മാറി വന്നു ഒരു വൈറ്റ് കളറിലേക്ക് അതിൻ്റെ ആ കളറൊക്കെ ഇളകി അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ആ ഒരു കളർ മാറും കേട്ടോ ചെമ്പരത്തിയുടെ. അപ്പം നമുക്കത് മാറ്റാം കേട്ടോ, അരിച്ചെടുക്കാം. ഇതിൻ്റെ ആ സത്തൊക്കെ മാറ്റിയതിന് സത്തും ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്നത് ഒരു 30 ml 40 ml അടുത്തേക്കുള്ള ഇതായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്, വാട്ടറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ബേസും കൂടെ വേഗം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. പെട്ടെന്ന് മെൽറ്റാവുന്ന ബേസ് നോക്കിയിട്ട് എടുക്കുക. അതായത് ക്വാളിറ്റി ബേസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മെൽറ്റാവുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിൽ മെൽറ്റായി വരുന്നതിനനുസരിച്ച് തന്നെ മുകളിൽ ഇങ്ങനെ പാടൊക്കെ കെട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് മൊത്തം നമുക്ക് വേണ്ട, നമുക്കൊരു 10 ml 12 ml മതി കേട്ടോ. 500 ഗ്രാമിൻ്റെ ബേസല്ല എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു 12-13 ഗ്രാമിൻ്റെ ആ ലിക്വിഡ് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അധികം കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു ലൈറ്റ് കളറായി തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മോൾഡിലേക്ക് മാറ്റി സെറ്റായി വന്നപ്പോൾ ആ ഒരു ലൈറ്റ് ഒരു പിങ്കിഷ് കളർ, റെഡ് അല്ലായിരുന്നു, വേറൊരു പിങ്കിഷ് കളറായിട്ടായിരുന്നു കേട്ടോ നമുക്ക് സോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്കതൊരു 1 ടീസ്പൂൺ 2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമുക്ക് ഗ്ലിസറിനും കൂടെ ചേർക്കാം കേട്ടോ.
ഗ്ലിസറിൻ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ ചേർക്കാം. ഞാനിപ്പോൾ കോൺസെൻട്രേറ്റഡ് വിറ്റാമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ ചേർക്കുന്നത്. അത് നമ്മളാണെങ്കിൽ ഗ്ലിസറിൻ്റെ മറ്റേ ഗുളികയാണെങ്കിൽ നമ്മൾ പിൽസ് ആണെങ്കിൽ നമ്മളൊരു 4 എണ്ണത്തോളം ചേർക്കണം. ഇതാണെങ്കിൽ നമ്മളൊരു 2 ഡ്രോപ്പ് 3 ഡ്രോപ്പൊക്കെ ചേർത്താൽ മതിയായിരിക്കും കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ സ്മെല്ല് ചേർക്കുന്നത്. മെഡിമിക്സിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ നമ്മൾ ചേർത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ മോഡിലേക്ക് നമ്മൾ ഒഴിക്കണ ഒരു വീഡിയോ നമ്മുടെ നിന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം സോപ്പ് നന്നായി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട ഈ ഒരു കളറായിരുന്നു. നമുക്ക് നല്ല ഡാർക്ക് കളറും അല്ല, അതേപോലെ തന്നെ നന്നായി ലൈറ്റ് കളറുള്ള ഒരു ചെറിയൊരു കളറിലായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ജ്യൂസൊക്കെ വെച്ചിട്ട് ചെയ്യണവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ്സൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഫിനോക്സെക്തനോളോ അതേപോലെ ബെൻസോൺ സോഡിയം അതൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് നിങ്ങൾ ഷോപ്പുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ വീടുകളിലൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യണവരാണെങ്കിൽ ചേർക്കേണ്ടതെന്നാണ് കേട്ടോ പറയുള്ളൂ. ഇനി നമുക്കതൊന്ന് റാപ്പ് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. ക്ലിം ഫിലിം വെച്ചിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്യണത്. നമ്മൾ നന്നായി ടൈറ്റ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഇതാക്കാം കേട്ടോ. അല്ലെങ്കിൽ അതിലേക്ക് മറ്റൊരു ഈർപ്പത്തിൻ്റെ പോലെ കാണിക്കും. അതൊന്ന് വെറ്റായിട്ട് നിൽക്കും നന്നായി ടൈറ്റ് ചെയ്തിട്ട് അതാക്കിയില്ലെങ്കിൽ. അപ്പോൾ നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്തും കൂടെ വെക്കാം കേട്ടോ. ഇത് ഷോപ്പുകളൊക്കെ കിട്ടും കേട്ടോ. സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ക്ലീൻ ഫിലിം കിട്ടും കേട്ടോ. നമ്മൾ മറ്റേ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ നമ്മൾ മുകളിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത് ആ ഒരു തന്നെയാണ് കേട്ടത്. അപ്പോൾ തന്നെ ഇനി നമുക്ക് ഇതിലേക്കൊന്ന് മറ്റേ നമ്മുടെ സ്റ്റിക്കർ നമ്മളുടെ ക്ലൈൻസിൻ്റെ സ്റ്റിക്കറും കൂടെ നമ്മളൊന്ന് ഒട്ടിച്ചിട്ട് അതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതേനെ നമ്മൾ നന്നായി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ലേബലും കൂടെ ഒട്ടിക്കാം. അത് നമ്മളുടെ ക്ലൻസിൻ്റെ ലേബലും കൂടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ വേറൊരു ഭംഗിയായില്ലേ നമ്മളുടെ പേരും കൂടെ സോപ്പിലേക്ക് വന്നപ്പോൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.